ഇഷ്ടമില്ലാത്തതുകൊണ്ടല്ല, സ്നേഹമില്ലാത്തതുകൊണ്ടല്ല, വെറുപ്പുള്ളതുകൊണ്ടുമല്ല. എന്നെപ്പോലെ ഒരു സർജൻ ഇങ്ങനെയൊന്നും പറയാൻ പാടില്ലാത്തതാണ്. വളരെ ബാലിശമാണ്. എന്നാലും വിവാഹത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ അടഞ്ഞുകിടക്കുന്നൊരു മുറി, അതിൽ ഞാനും ഉണ്ണിയേട്ടനും. ഇരുട്ട് വീണാൽ മറ്റ് ശബ്ദങ്ങളൊന്നുമില്ലെങ്കിൽ ആരോ വാതിൽ ചവിട്ടി പൊളിക്കുന്ന ശബ്ദം ഞാൻ കേൾക്കും. അച്ഛൻ സാവിത്രി ഉണ്ണി എന്നൊക്കെ വിളിച്ച് കരയുന്ന ശബ്ദം ഞാൻ കേൾക്കും. ആരുമില്ലാത്തപ്പോ ഒരു ലോൺലി അറ്റ്മോസ്ഫിയറിൽ നിങ്ങൾ എൻ്റെ അടുത്ത് വന്നാൽ എനിക്ക് പേടിയാണ് ഉണ്ണേട്ടാ. ഉണ്ണേട്ടാ, കഴിഞ്ഞ തവണ ഞാൻ വന്നപ്പോഴും നീ ഇത് തന്നെ പറഞ്ഞു. അന്ന് ഞാനതൊരു തമാശയെ എടുത്തുള്ളൂ. ആദ്യമൊക്കെ ഞാനും അത് സാരമാക്കിയില്ല. പിന്നെ കുറെ സെൽഫ് ട്രീറ്റ്മെന്റ് എടുത്തു, പ്രൊഫസറെ കണ്ടു. മെഡിസിൻ ഒന്നും വേണ്ട, യോഗ ഒന്ന് ട്രൈ ചെയ്യാൻ പറഞ്ഞു. അതിന്റെ ആവശ്യമില്ല. നിനക്കെന്താ വട്ടുണ്ടോ സാവിത്രിക്കുട്ടി? MS ഡിഗ്രി കിട്ടിയ ഒരു സർജനാണോ നീ? ഒരുമാതിരി പൈങ്കിളി ഹീറോയിൻസിന്റെ സെന്റിമെന്റ്സ്. എനിക്ക് ലീവിന് 15 ദിവസം കൂടി ഉണ്ട്. വൈകുന്നില്ല, മടങ്ങി പോയേക്കാം. ഉണ്ണേട്ടാ വേണ്ട, ഒരേ വീട്ടിലല്ലേ താമസം. ആരും ഇല്ലാത്തപ്പോ ലോൺലി അറ്റ്മോസ്ഫിയറിൽ ചിലപ്പോൾ കണ്ടുമുട്ടി പോയെന്ന് വരും. ഉണ്ണേട്ടാ, ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞില്ല. അടുത്ത ലീവിന് ഇനി 2 വർഷം കൂടി ഉണ്ട്. ഞാൻ വരണോ? കാത്തിരിക്കണോ? വേണം. അടുത്ത മാസം 24-ാം തീയതി ഞാൻ വരും. ഇത്തവണയും നീ എന്നെ നിരാശപ്പെടുത്തുമോ സാവിത്രി? നിനക്കിപ്പോ വയസ്സെത്രയെന്ന് അറിയാമോ? ഫസ്റ്റ് ഡെലിവറി 25 വയസ്സിന് മുമ്പ് വേണമെന്നാ. Now you are late by 7 years.